കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടു കിട്ടുകയില്ല ദാനം എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, അന്നെന്ന് പറയുമ്പോൾ അന്ത്യകാലഘട്ടത്തിൽ ദൈവവചനം അന്വേഷിച്ച് നടക്കുന്ന ഒരു കൂട്ടം മക്കളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ ഒരു സമുദ്രം മുതൽ മറ്റേ അറ്റം വരെയും അല്ലെങ്കിൽ വടക്കു മുതൽ കിഴക്ക് വരെയും ദൈവവചനം അന്വേഷിച്ച് നടക്കും, അങ്ങും ഇങ്ങും അലഞ്ഞു നടക്കും, പക്ഷേ ഒന്നും കിട്ടുകയില്ല എന്ന് പറയുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, കർത്തൃ ദിവസത്തിൽ കർത്താവ് വരുമ്പോൾ തനിക്ക് ആ ഒരു ഇഷ്ടമായ സമയത്ത് ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവ് എടുക്കപ്പെടും, ദൈവകൃപ പോകും. അതേപോലെ തന്നെ ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും, നീതിമാന്മാർ ആരും കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ആര് കാണുമെന്ന് വെച്ചാൽ കുറേ അവിശ്വാസികളും ദൈവത്തെ ആരാധിക്കാത്തവരും, അതേപോലെ തന്നെ വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടുവാൻ സമയം കിട്ടിയിട്ടും മാനസാന്തരപ്പെടാതെ തന്നിഷ്ടരായി തൻ്റെ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടം ആത്മാക്കളെ ഭൂമിയിൽ കാണും. അവർ അന്ന് സഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ വീണ്ടും അവർക്ക് വചനം കേൾക്കണമെന്നും മാനസാന്തരപ്പെടണമെന്നും തങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കി കർത്താവിനോട് കൂടെ ചെല്ലണമെന്നും ആഗ്രഹിച്ച് അവർ ദൈവവചനം കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അലഞ്ഞു നടക്കുമെന്ന് പറയുന്നു. പക്ഷേ അവർക്ക് കിട്ടുകയില്ല എന്ന് പറയുന്നു. കാരണം എന്ന് വെച്ചാൽ ദൈവകൃപയും പരിശുദ്ധാത്മാവും ഇവിടെ ഇല്ല. പ്രിയ ദൈവമക്കളെ, എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മണവാട്ടിയായ സഭയെ ഒരുക്കുവാൻ ഇന്ന് ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. പക്ഷേ ആ പരിശുദ്ധാത്മാവ് എടുത്തുകൊള്ളപ്പെടുമ്പോൾ പിന്നെ ഇവിടെ സഭയെ ഒരുക്കുന്നത് ആരാണ്? ആരുമില്ല. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്ന് നല്ലൊരു സമയമാണ്. മനസ്സാന്തരപ്പെടുവാനായാലും വചനം വായിക്കുവാനായാലും വചനം കേൾക്കുവാനായാലും ദൈവജോലി ചെയ്യുവാനായാലും എന്തിനായാലും ഇപ്പോഴൊരു നല്ല സന്ദർഭം ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ആയതുകൊണ്ട് പ്രിയ ദൈവവൈതലെ, ഇന്ന് തന്നെ സമയം പാഴാക്കാതെ കർത്താവിൽ വിശ്വസിപ്പാനും മാനസാന്തരപ്പെടുവാനും പാവ വഴികളെ വിട്ട് തിരിഞ്ഞ് വചനങ്ങൾക്ക് അനുസരണമായ ജീവിതം ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, സഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ കർത്താവെ വചനം അന്വേഷിച്ച് നടന്നാൽ പോലും ഇവിടെ അടുത്ത് ശേഷിച്ചിരിക്കുന്ന നിൻ്റെ മക്കൾക്ക് കിട്ടുകയില്ലെന്ന് അങ്ങയുടെ വചനം പറയുന്നു. പ്രിയദൈവമേ, അങ്ങനെയുള്ള ഒരു ദാഹത്തിലേക്ക് നിൻ്റെ മക്കൾ തള്ളിവിടാതെ ഈ ദിവസത്തിൽ തന്നെ കർത്താവെ തങ്ങളെ തന്നെ താഴ്ത്തുവാനും അങ്ങയുടെ മുഖം അന്വേഷിപ്പാനും കർത്താവെ പാവ വഴികളെ വിട്ട് മാറി ജീവിപ്പാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വരെയും കരം പിടിച്ച് നടത്തിയിട്ട് അങ്ങയുടെ രാജ്യത്തിൽ വരും വരെയും നിൻ്റെ മക്കളൊക്കെ വഴുതി പോകാതെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.